ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടാറ്റോ റൈസാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് ജീര റൈസാണ്. അത് നന്നായി കഴുകിയതിന് ശേഷം 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു നാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കുക. അതിനുശേഷം 2 പൊട്ടാറ്റോ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് പൊട്ടാറ്റോ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. പൊട്ടാറ്റോയിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത്. അരി പകുതി വേവായാൽ വാർത്തു വയ്ക്കുക. ഒരു തക്കാളിയും സബോളയും അരിഞ്ഞു വയ്ക്കുക. ആവശ്യത്തിന് വെളുത്തുള്ളി എടുത്ത് ചതച്ചെടുക്കുക. പിന്നെ 2 പച്ചമുളക്, ഞാൻ ഇവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുളകും പൊടി എരിവ് കുറവായതുകൊണ്ടാണ്. പൊട്ടാറ്റോ ഫ്രൈ ചെയ്തതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ പാനിലേക്ക് തന്നെ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, പെരിഞ്ചീരകം, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച സബോള, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, തക്കാളി എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് പുതിനയിലയും മല്ലിയിലയും ഉണ്ടെങ്കിൽ ചേർക്കാം. നമുക്കിവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി യോജിച്ചതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇട്ട് നന്നായി യോജിപ്പിച്ച് ആവശ്യത്തിന് നെയ്യൊഴിച്ച് നന്നായി ഇളക്കി 5 മിനിറ്റ് ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ്. പൊട്ടാറ്റോ റൈസ് റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.